എന്താണ് ഈ കുലാചാരം അല്ലെങ്കിൽ എങ്ങനെയാണ് കുലദേവതയെ കണ്ടെത്തേണ്ടത്, അതിനെ പരിപാലിക്കേണ്ടത്? കുടുംബങ്ങൾ പല വഴിക്കും പിരിഞ്ഞ് നാല് വഴിക്കും പോയപ്പോൾ ഇവരെ കൊണ്ടുപോകാൻ ആളില്ലാതെ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ശിവനും ശക്തിയാണെങ്കിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണാണ് രണ്ടുപേരും. ഇതേപോലെ നിങ്ങളോട് സംസാരിക്കും പോലെ തന്നെ അവരോട് സംസാരിക്കുക. ദേവതകളോട് സംസാരിക്കാം. മറുഭാഷയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഈ ദേവതകളുടെ എല്ലാം അതല്ല, നിങ്ങൾ ഉണ്ടാക്കി കൂട്ടുന്ന അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ അവരുടെ തലയിൽ എന്തിനാ വെച്ച് കേട്ടണേ? നമ്മ കുലാചാരങ്ങൾ, കുലദേവതകളാണ് പ്രശ്നക്കാരെന്ന് നമ്മ കുറച്ച് മുമ്പ് പറഞ്ഞു. പ്രശ്നക്കാരെന്നല്ല, അവര് കാരണമാണ് ഇന്ന് പല ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് ഈ കുലാചാരം അല്ലെങ്കിൽ എങ്ങനെയാണ് കുലദേവതയെ കണ്ടെത്തേണ്ടത്, അതിനെ പരിപാലിക്കേണ്ടത്? കുലത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മുടെ കാലത്തിൽ പ്രസൻറ്റ് കണ്ടീഷനിൽ എന്താണെന്ന് പറഞ്ഞാൽ, മാതാപിതാക്കളെ എടുത്തു കൊണ്ടുപോയി അവസാനം ഓരോ സ്ഥലങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അല്ലേ? ആവശ്യം കഴിഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നോളൂ, ഞങ്ങൾ ഞങ്ങളുടേതായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് കുലാചാരങ്ങൾ എത്തി നിൽക്കുന്നത്. മനസ്സിലായോ? കുലം എന്ന് പറയുന്നത് എല്ലാവരുടെയും കുലമാണ്. അത് ഇപ്പോൾ ജാതീയം തിരിച്ചത് ഇപ്പോഴാണല്ലോ, ഈ അടുത്ത കാലത്തുമൊക്കെയാണ്. അപ്പോൾ ആദ്യകാലത്തൊന്നും ജാതീയം ഇല്ല, മനുഷ്യവർഗം മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ജാതീയം തിരിഞ്ഞതാണ്, മതങ്ങൾ തിരിഞ്ഞതാണ്. അപ്പോഴും ആദിയിലെ അമ്മ പറഞ്ഞു, നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ശക്തിയെ, അതായത് പ്രകൃതിയെയാണ് ആരാധിച്ചു തുടങ്ങിയത്. ആ പ്രകൃതിയെ തന്നെയാണ് പിന്നെ ദൈവിക ശക്തിയായി മനസ്സിലാക്കി അവർ ഓരോ വീടുകളിലും, കുടിലും മുതൽ കൊട്ടാരം വരേക്കും അവരിലെ ഒരാളായിട്ട് അവർ സ്വയം സ്വീകരിക്കുക, അംഗീകരിക്കുക. അതിനെ ചിലർ ദത്തെടുക്കും, ചിലർ മറ്റൊരാൾ കൊടുക്കും, അങ്ങനെയൊക്കെ. പിന്നെ ചിലത് സ്വയംഭൂവായി കാണും, ചിലത് അവിടെ തന്നെ ഭൂമിയിൽ തന്നെ ഇരിക്കുന്നത് ഉണ്ടാവും. അങ്ങനെയുള്ള പല രീതിയിലാണ് ദൈവികത മനുഷ്യരിലേക്ക് പ്രത്യക്ഷപ്പെട്ടു കൊടുത്തത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഒരു ചിരാത് മുതൽ ഒരു മൺചട്ടി, അവർ കറി വെച്ച ചട്ടിയിൽ പോലും പിന്നെ പൊട്ടിയ ചട്ടീനെ ഒരു കഷ്ണം എടുത്ത് അതിലൊരു വിളക്ക് തിരി വെച്ചിട്ട് ചെയ്യുന്ന കാലമുണ്ട്. ഇത് വിളക്കും ഇല്ല, ഒന്നും ഇല്ലാണ്ട് ഒരു കല്ല് വെച്ചിട്ട് അതിനെ വാഴയുടെ ചോട്ടിൽ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കപ്പയുടെ ചോട്ടിൽ വെക്കുക. അതാണ് ഞങ്ങളുടെ ദൈവം ഇവിടെ ഇരിക്കും. പിന്നെ അതിനെ നനയാതെ കുളിക്കാതെ നമ്മുടെ കുഞ്ഞ് എന്നുള്ള രീതിയിൽ അവർ വീട്ടിനുള്ളിലേക്കാക്കി. ആ വീട്ടിനുള്ളിലെന്ന് പറയുമ്പോൾ അവരിലൊരാളായിട്ട് തന്നെയാണ്. പിന്നെ അത് കൂടുതൽ ശക്തി ഉണ്ട്. നമ്മളെല്ലാവരെയും കുലത്തിലുള്ള കുടുംബത്തിൽ അങ്ങനെ കുടുംബങ്ങൾ വലുതായി വികസിച്ച് പോകുമല്ലോ. ഇപ്പോൾ ഒരു മരം നട്ട് കഴിഞ്ഞാൽ മരത്തിൻ്റെ വേര് പല രൂപത്തിൽ, പല രീതിയിൽ, പല ഭാഗത്തിലേക്ക് പോയിട്ടാണ് ആ മണ്ണിൽ ഉറപ്പിക്കുക. പിന്നെ അതിനൊരു തടി ഉണ്ടാവും, തടിയിൽ ശിഖരങ്ങൾ ധാരാളം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് കുടുംബങ്ങൾ ഉണ്ടാവുക അല്ലേ? കുടുംബം എന്ന വാക്ക് തന്നെ കുടുംബം ഉണ്ടാകണം. അപ്പോൾ ഇവരെല്ലാം ഒത്തുവരുമ്പോഴാണ് തായ്തടിക്ക് കൂടുതൽ ബലം വരിക, ആ വേര് കൂടുതൽ അതിനെ പുറകെ പിടിക്കുക അല്ലേ? അപ്പോൾ ഈ വേരെന്ന് പറയുന്നത്, നേരത്തെ ഞാൻ നിങ്ങളോട് നിർദ്ദേശപ്രകാരം DNA എന്ന് പറയുമ്പോൾ ആ കുലത്തിൻ്റെ ദേവതയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് സ്ത്രീത്വമാകട്ടെ പൗരുഷമാകട്ടെ ഏത് രൂപത്തിലാകട്ടെ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ഒരു കാരണവരുടെ ഭാവമാകട്ടെ, ഏത് തന്നെ ആയിരുന്നാലും ആ ശക്തിയായിട്ട് ലയിച്ചു വരുന്നതാണ്. ആ ക്രോമസോം ഇവരിലേക്കും തന്നെ ഉണ്ടാവും. കാരണം അവരുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ അവരിലൊരാളായിട്ട്. അത് പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, കുടുംബങ്ങൾ പല വഴിക്കും പിരിഞ്ഞ് നാല് വഴിക്കും പോയപ്പോൾ ഇവരെ കൊണ്ടുപോകാൻ ആളില്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ അത് നശിക്കില്ല, നാശരഹിതമാണ് ശക്തി അല്ലേ? ഭൂമി നശിക്കുന്നില്ലല്ലോ, മറ്റു ഗ്രഹങ്ങളൊന്നും നശിക്കുന്നില്ലല്ലോ. ഇതിപ്പോൾ നശിക്കും, കുറച്ച് കഴിഞ്ഞ് നശിക്കും എന്ന് പറഞ്ഞിട്ട് നിലവിളി കൂട്ടുന്നവരുണ്ട്, അതൊക്കെ വിട്ടേക്കുക. പക്ഷേ ഈ നാശരഹിതമായ സാധനങ്ങൾ, അവർക്ക് ആഹാരവും വെള്ളവും വസ്ത്രവും ഒക്കെ ഇവർ കൊടുക്കുകയും ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അവർക്കിപ്പോൾ ജോലിയില്ലാതായി, അന്നവസ്ത്രാദികളില്ലാതായി. അപ്പോൾ അവരെന്താവും? ശക്തി ക്ഷയിക്കും, രോഗഗ്രസ്തരാവും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ അതേ സംഗതി ഈ കുലത്തിലുള്ള എല്ലാ അംഗങ്ങളെയും ബാധിച്ചിട്ട് അവരെല്ലാവരും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. അതിന് അമേരിക്കയിൽ പോയാലും ശരി,
എന്താ പറയുക, മറ്റൊരു ഗ്രഹത്തിൽ പോയാലും ശരി, ഇതെല്ലാം അങ്ങനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തിരിച്ച് ഇപ്പോൾ നേരത്തെ ഉണ്ണി ചോദിച്ച പോലെ ആ കുലത്തിലെ ദേവത ആര്, എന്ത്, എങ്ങനെയെന്നറിയാം. പിന്നെ ചിലർ ചോദിക്കലുണ്ട്, എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ ഇന്ന ആളായിരുന്നു ആരാധിച്ച, അമ്മയുടെ കുടുംബത്തിൽ ഇന്ന ആളായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരിൽ ആരെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്? പഴയ കാലങ്ങളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാന്ധവം, ബന്ധുക്കൾ തമ്മിൽ ബാന്ധവം, അതായത് വിവാഹം എന്ന് പറയണത് ബാന്ധവം. അങ്ങോട്ട് ഒരു പെൺകുട്ടിയെ കൊടുക്കുകയാണെങ്കിൽ അത് ഇവിടുത്തെ കാരണവന്മാർ, വെച്ച് വാഴിച്ച കാരണവന്മാരും ഇപ്പോഴത്തെ കാരണവന്മാരും തമ്മിലുള്ളൊരു കൂടിക്കാഴ്ചയാണ് കല്യാണത്തിൻ്റെ വൈകുന്നേരം ആകുമ്പോൾ ഈ അടുക്കള കാണലെന്നൊരു സമ്പ്രദായം. അത് എല്ലാ ദേശത്തും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരദേവതകളെ കൊണ്ടുപോയി തമ്മിൽ പരിചയപ്പെടുത്തി, ഞങ്ങളിതാ ഇവിടെയും ഇവിടെ നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാം, നമുക്ക് തമ്മിൽ ബന്ധം ഉണ്ടാവാം എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ശിവനും ശക്തിയാണെങ്കിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണതാണ് രണ്ടുപേരെയും കൈക്കൊള്ളാം അല്ലേ? ശിവനെ കൈക്കൊണ്ടാൽ ശക്തിയെ കൈക്കൊണ്ടു എന്നല്ലേ അർത്ഥം? ശക്തിയില്ലാതെ ശിവനില്ലല്ലോ, ശിവനില്ലാതെ ശക്തിയും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രണ്ടുപേരും പൂർണ്ണരാവുകയാണ് അവിടെ. പകുതി പകുതിയല്ലേ, സ്ത്രീ പകുതി പുരുഷൻ പകുതി, ഒന്നാകുമ്പോൾ അല്ലേ അവരുടെ ഒരു കുടുംബജീവിതം തുടങ്ങുക. അപ്പോൾ ഇവരുടെ കുടുംബങ്ങളും തമ്മിൽ ഒത്തുചേരുകയാണ്. അത് മനസ്സിലാക്കണം ആദ്യം. എന്നിട്ട് വേണം അവരുടെ കുടുംബത്തിലെ ദേവത എന്നതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. മനസ്സിലാവുണ്ടോ? അതിന് എന്താ കാണണം? അവരുടെ വേര് മുതൽ കാണണം. അവരുടെ വേര് ഏതാണെന്ന് അറിയണം, ആ വൃക്ഷം ഏതാണെന്ന് അറിയണം, വൃക്ഷം എവിടെയൊക്കെ പടർന്ന് പന്തലിച്ചിട്ടുണ്ടെന്നറിയാം, എന്താ ശിഖരങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നറിയണം. അതൊക്കെ അറിഞ്ഞാലല്ലേ അത് വിശദമായി പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അതൊക്കെ അറിയുന്നുണ്ട് പറഞ്ഞു കൊടുക്കാൻ. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോൾ നമ്മൾ അത്രയും തലമുറകൾ തേടി പോകേണ്ട ഒരു കാര്യം. എന്തിനാ തേടി പോണേ? എന്നെ സംബന്ധിച്ച് എവിടെയും തേടി പോകേണ്ട കാര്യമില്ല. ജന്മജന്മാന്തരങ്ങൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ചരിത്രം എനിക്കറിയാതെ പോവില്ലല്ലോ. പോവാ ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ കുലദേവത ഏതാണ് എന്ന് ഞാൻ എങ്ങനെ കണ്ടെത്തും? ആ കണ്ടെത്താൻ ഇത് തന്നെയാണ് കാര്യം പറയുക. ഒരു ദിവസം സൗകര്യം പോലെ വരിക, ദേവൻ്റെ പ്രശ്നം വയ്ക്കുക, നിങ്ങളുടെ പ്രശ്നവും ദേവൻ്റെ പ്രശ്നവും ഒന്നായി കാണുക, എന്നതിന് ശേഷം അത് സ്പഷ്ടമാക്കി തരിക. നമ്മൾ ദേവപ്രശ്നം വെച്ച് നോക്കണോ? അപ്പോൾ നമ്മുടെ കുലദേവതയെ കണ്ടെത്താൻ ദേവന്റെ പ്രശ്നം ദേവപ്രശ്നം, മനുഷ്യന്റെ പ്രശ്നം അതിനോടുകൂടി ചേർന്ന് യോജിച്ച് നിൽക്കുന്നതല്ലേ. അപ്പോൾ അത് രണ്ടും പ്രശ്നം വേറെ ആണോ? അല്ല, കുലദേവതയെ കണ്ടെത്താൻ എന്തിനാണ് നമ്മൾ ദേവപ്രശ്നം വെക്കുന്നത്? അത് കുലദേവത ദേവനോ ദേവിയോ ആണെന്ന് ആദ്യം അറിയണ്ടേ. അപ്പം ദേവപ്രശ്നം എന്നുള്ള രീതിയിലല്ലേ കിടന്നത്. ഇവിടെ എന്നെ സംബന്ധിച്ച് ദേവപ്രശ്നത്തിനുള്ള ഒരുക്കങ്ങളോ അഷ്ടമംഗല ദേവപ്രശ്നത്തിനുള്ള സാങ്കേതിക സംഗതികളോ ഒന്നും ആവശ്യമില്ല. അവർ വരുമ്പോൾ അവരുടെ കുലദേവത ഇവിടെ വരാറുണ്ട്, അവരുടെ ഒപ്പം കുലദേവതയോ എത്തും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കുലദേവത എന്ന് പറഞ്ഞുതരാം. അതാ രീതി. അങ്ങനെ തന്നെയാണ് ഇവിടെ വരുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രക്കാരും അല്ലാതെ കുടുംബങ്ങളായിട്ടുള്ളവരും ഒക്കെ വരുന്നവർ ചിലരിവിടെ എത്തുന്നതിന് മുന്നേ തലേ ദിവസമേ മറ്റവരിവിടെ എത്തും. അവരിവിടെ എത്തണം എന്ന് അവിടെ ആലോചന നടക്കുമ്പോൾ തന്നെ ശക്തികൾ ഇവിടെ എത്തും. എത്തി ആദ്യം അവരാണ് അനുമതി വാങ്ങണത് അമ്മയിൽ നിന്ന്. ഞങ്ങളുടെ പ്രശ്നവും കുട്ടികളുടെ പ്രശ്നവും ഒന്ന് തീർത്ത് തരണം അമ്മേ, ഒന്ന് പൂർത്തീകരിച്ച് തരണം. ചിലർക്ക് വീണ്ടും വെച്ച് വാഴിക്കാൻ താല്പര്യമില്ലാത്തവർ അതേ ശക്തി അതേ സെയിം, അതായത് അതേ തന്നെ ജനസിനോട് കൂടെ കൊണ്ടുപോയി ചേർത്തിക്കോളൂ കൽപ്പിക്കും. അത് അമ്മ തന്നെ പറയും, നിങ്ങളുടെ അതേ സ്വഭാവ സവിശേഷതയും ഇതേ ജനസും ഉള്ളത് ഇന്ന ക്ഷേത്രങ്ങൾ അവിടേക്ക് ചേക്കേറിക്കോളൂ, ആ ശക്തിയിൽ പോയി വിലയം പ്രാപിച്ചോളൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങളോട് സംസാരിക്കും പോലെ തന്നെ അവരോട് സംസാരിക്കുക. മറുഭാഷയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, അവരതനുസരിക്കലുണ്ട്. ദൈവികമാണല്ലോ അനുസരണയുടെ മൂർത്തിഭാവം. മനുഷ്യർ അനുസരണക്കേട് കാണിക്കുമ്പോഴാണ് അവരും അനുസരണക്കേട് കാണിക്കുന്നത്, അല്ലാതെ അവരായിട്ട് അനുസരണക്കേട് കാണിക്കില്ല. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഈ ദേവതകളുടെ എല്ലാം അതല്ല, നിങ്ങൾ ഉണ്ടാക്കി കൂട്ടുന്ന അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ അവരുടെ തലയിൽ എന്തിനാ വെച്ച് കേട്ടണേ അല്ലേ? അതിൻ്റെ ആവശ്യമല്ല, എല്ലാ കാര്യങ്ങളും അതല്ല.
ഒരു 50-50 താൻ പാതി ദൈവം പാതി എന്ന് പറയില്ലേ, അത് തന്നെ. എല്ലാവരും പഴയ കാലം മുതൽ ഹൈന്ദവത്തെ കൊണ്ട് നടത്തിയവർ പലരും പറയാറുണ്ട്. എൻ്റെ അടുത്ത് എല്ലാ മതവിഭാഗത്തിലുള്ളവരും വരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അവർ സൽമാൻ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ 4 തലമുറയ്ക്ക് മുന്നേ, ഇത് 4ാമത്തെ തലമുറയാണ്, തലമുറയ്ക്ക് മുന്നേ അവർ നമ്മുടെ കേരളവും തമിഴ്നാടും ബോർഡറാണ്. അപ്പോൾ അമ്മ അങ്ങോട്ട് ചോദിച്ചു, നിങ്ങളുടെ ആ കുട്ടി വരുമ്പോഴത്തേക്കും അവരുടെ കുലദേവത ഇവിടെ എത്തി, മഹാക്ഷേത്രമൊക്കെ ആയിട്ട് ഉണ്ട്. പക്ഷേ ക്ഷേത്രമൊക്കെ ആക്കിയെങ്കിലും ഇവർ കൊടുക്കുന്ന പോലെയുള്ള തൃപ്തി അവിടെ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ക്ഷേത്രം വിട്ടിറങ്ങി അവിടെ കുളത്തിൻ്റെ കരയിലിരിക്കുക. അപ്പോൾ അവിടെ ക്ഷേത്രകുളം ഉണ്ടല്ലോ ചോദിച്ചു. ആ ഉണ്ട്, ശിവനല്ലേ അവിടെ പ്രതിഷ്ഠ. ആ നാട്ടുകാർക്ക് വിട്ടുകൊടുത്തു, ഞങ്ങളുടെ പൂർവികരെ വിട്ടുകൊടുത്തിട്ടാണ് ഞങ്ങൾ മതം മാറി ഇങ്ങനെ. പക്ഷെ അതിൻ്റേതായ ശേഷിപ്പ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആരും അറിയാതെ മൂകാംബികയിലും ഒക്കെ പോകും. അത് വേറെ അദ്ദേഹത്തിൻ്റെ സ്വന്തമുള്ള ഒരു രീതിയാണ്, സ്വാതന്ത്ര്യമാണ്, അതിലേക്ക് കിടക്കണ്ട. പക്ഷേ ഇതാണ് കാര്യം. ഇപ്പോൾ ക്രിസ്ത്യാനികളും ചിലരും ഇവിടെ വരുന്നുണ്ട്. ഇടയ്ക്ക് വളരെ പേര് കേട്ട അദ്ദേഹത്തിൻ്റെ പേരോ ഇതൊന്നും പറയാൻ പറ്റില്ല, ക്രിസ്ത്യനാണ്. അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് കിടപ്പിലായി. അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യപ്രകാരം എൻ്റെ അത് ജന്മത്തിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. 4000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നമ്മുടെ കൈലാസത്തിൽ തപം ചെയ്തിരുന്ന ഒരു യോഗി വര്യനാണ്, യോഗിയായിട്ട്. അപ്പം അദ്ദേഹം ഭഗവാനിൽ നിന്ന് കിട്ടിയ ഒരു ശാപം കാരണമാണ് ഇപ്പോൾ ജന്മജന്മാന്തരങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നത്. ഇപ്പം പള്ളിയിലെ അച്ഛൻ വരെയായി. പക്ഷേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അയാൾക്ക് അനുഭവിക്കേണ്ടി വന്നത്? അതാ പറഞ്ഞത്, വഴി വിട്ട് ഇപ്പോൾ കുട്ടിയെ സ്കൂളിലയക്കുകയാണ്, 10ാം ക്ലാസ്സിലായി, കുട്ടിയെ സ്കൂളിലയക്കും, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വന്ന് പറഞ്ഞ് ബാഗും തൂക്കി പോകും. പകുതി വഴി പോയിട്ട് തന്നിഷ്ടത്തിന് വേറെ എങ്ങോട്ടെങ്കിലും പോയി. ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ആ കുട്ടി ഉണ്ടാക്കി വയ്ക്കുന്ന ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കണ്ടേ? ആ കുട്ടി മാത്രമല്ല, കുട്ടിയോട് ബന്ധപ്പെട്ട എല്ലാവരും അനുഭവിക്കണ്ടേ? അപ്പം അദ്ദേഹത്തിൻ്റെ ആദികുലം എന്ന് പറയുന്നത് നാഗങ്ങളെ പോറ്റി വളർത്തി, നാഗരിക്കാവും ഒക്കെയുള്ളായിരുന്നു. അത് ആ കാവിലുള്ള നാഗങ്ങളെയൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എല്ലാവരെയും എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് ലയിപ്പിച്ചു, വിഗ്രഹങ്ങളൊക്കെ ആക്കി കാവൊക്കെ മുറിച്ച് കളഞ്ഞ്. ഞങ്ങൾ ക്രിസ്ത്യാനിയായപ്പോൾ കാവും കളരിയൊക്കെ മുറിച്ച് കളഞ്ഞു. പക്ഷെ ശേഷിക്കുന്നത് എന്ന് പറയാൻ എവിടെയോ ഒക്കെ പോയി ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒന്നും പൂർത്തിയല്ല. ദുരിതങ്ങളാണ്, ദേഹത്തിനും മനസ്സിനും ഒക്കെ ദുരിതങ്ങളാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ എല്ലാ ശക്തികളും ഒന്നാണെങ്കിൽ, ഇപ്പോൾ അമ്മ തന്നെ പറഞ്ഞു എല്ലാം ആ ഒരു പരാശക്തിയിൽ നിന്നും ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദേവതയെ തൊഴുതാൽ പോരെ? എന്തിനാണ് കുടുംബദേവതയെ തന്നെ ആരാധിക്കേണ്ടത്? ഇപ്പോൾ എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, പല ദേവതകളെ പ്രാർത്ഥിക്കുന്നുണ്ട്, പല ഉപാസനകളുണ്ട്. അപ്പോൾ എന്തിനാണ് കുലദേവതയെ ഉപാസിക്കുന്നത്? എല്ലാ ദേവതയും ഒന്നാണെങ്കിൽ. പൊട്ടച്ചോദ്യമാണ്, പക്ഷെ പറയാതിരിക്കാൻ വയ്യ മറുപടി. ഒരു കാര്യം പറയാം, നിറയെ അമ്മമാരുണ്ട് അല്ലേ? നിങ്ങൾ എവിടെ നോക്കിയാലും എല്ലാ അമ്മമാരാണ്. ഇതിൽ നിന്ന് വേർപെട്ട ഒരമ്മ ഉണ്ടാവും. അതേതമ്മ? സ്വന്തം അമ്മ അല്ലേ? ആണോ? അതെ, എല്ലാ അമ്മമാരാണ്. പ്രസവിച്ച എല്ലാ സ്ത്രീകളും അമ്മമാരാണ്. നിങ്ങളെല്ലാവരെയും അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ വേർപെട്ട ഒരമ്മ എന്ന് പറയുമ്പോൾ സ്വന്തം അമ്മ തന്നെ. അതുപോലെ തന്നെയാണ് കുലദേവത, സ്വന്തം അല്ലേ? മറ്റേത് അന്യ ആളാണ്. ഈ സ്വന്തത്തിന് തുടിക്കും പോലെ അത്രത്തോളം അവിടെ തുടിക്കുമോ? തുടിക്കില്ല. ഞാൻ ദൈവികതയെക്കുറിച്ച് നന്നായി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ ഉണ്ണിക്ക്. അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അച്ഛൻ, കുറേ അച്ഛന്മാർ സ്കൂളിൽ അങ്ങോട്ട് പോവുകയാണ് കുട്ടികളെല്ലാം. അവരവരുടെ അച്ഛന്മാരുടെ അടുത്തല്ലേ കുട്ടികൾ ഓടിയെത്തുള്ളൂ. വേറൊരു അച്ഛൻ്റെ അടുത്ത് പോവുക. അപ്പോൾ ആ അച്ഛൻ എന്ത് ചെയ്യും? കുഞ്ഞെ നീ എൻ്റെ അല്ല, എൻ്റെ കുഞ്ഞ് വേറെ വരട്ടെ. ഒരേപോലെ ഇരിക്കുന്ന അച്ഛന്മാരെ കണ്ടാലും കുട്ടികൾക്ക് മാറില്ല. അതേപോലെ പക്ഷേ നമ്മൾ ഈ ദേവതകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഭാവങ്ങളും ശക്തികളും ഒക്കെ വ്യത്യാസമാണ്. ഇപ്പോൾ ദുർഗ, ഇപ്പോൾ എൻ്റെ കുലദേവത ദുർഗയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കാളിയാണെന്നിരിക്കട്ടെ. ഇപ്പോൾ ഒരുപാട് കാളി ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് തൊഴുതു കഴിഞ്ഞാലും ഏറ്റ കുലദേവതയെ തൊഴുന്നതിന് തുല്യമല്ലേ?
അല്ലെങ്കിൽ അവരുമായിട്ട് അത്രയ്ക്ക് ആത്മീയം ആത്മബന്ധത്തിൽ സംസാരിക്കണം.